ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ എന്റെ ഇവിടെ കേരളത്തിൽ പഠിച്ചിറങ്ങണ സിവിൽ കുട്ടികൾക്ക് സാലറി ഇല്ല. ഇപ്പൊ പഞ്ചായത്ത് അംഗമാണ്. ഞാൻ പഞ്ചായത്ത് അംഗമായ വിഷയം പറയുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്വന്തമായിട്ട് ഒരു കട്ട കമ്പനി തുടങ്ങി. ആ കട്ട കമ്പനി പൊല്യൂഷൻ പ്രശ്നം പറഞ്ഞ പഞ്ചായത്ത് പൂട്ടിക്കാണ്. അപ്പോൾ KSIFT എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നപ്പോൾ ഞാനത് പത്രത്തിലാണ് വായിച്ചത്. പെട്ടെന്ന് അപേക്ഷിച്ചപ്പന്നെ ലൈസൻസ് കിട്ടുന്നുള്ള സംവിധാനം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് കണ്ട ഒരാളാണ്. കാരണം അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ അന്വേഷിച്ചു. അപ്പോൾ ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഡോക്യുമെന്റ് ഒക്കെ വെച്ച് കട്ട കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 13 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പഞ്ചായത്ത് തന്നെ എന്റെ കട്ട കമ്പനി പൂട്ടിക്കാൻ സ്റ്റോപ്പ് മെമ്പർ തന്നു. അപ്പോൾ സ്റ്റോപ്പ് മെമ്പർ തരുമ്പോൾ ഇന്ന എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് പറഞ്ഞ തരാണെങ്കിൽ ഒരു മര്യാദ ഉണ്ട്. ഇത് ഒറ്റയടിക്ക് സ്റ്റോപ്പ് മെമ്പറാണ് തരുന്നത്. നിർത്താൻ പറഞ്ഞു. 9 ലക്ഷം രൂപയാണ് എന്റെ പോയത്. കാരണം 9 ലക്ഷം രൂപ. കാരണം സാധാരണ അപ്പോ പഞ്ചായത്ത് എല്ലാം ക്ലിയർ ആയിട്ട് നോക്കുന്ന ആൾക്കാരാണല്ലോ. അവരുടെ കാര്യങ്ങൾ അവർ പക്കയായിട്ടാണോ ചെയ്യണമെന്ന് അറിയാനായിട്ട് പഞ്ചായത്തിന്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ KSIFT ഉള്ള ആള് പൊല്യൂഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊല്യൂഷൻ എടുത്ത് വന്നിട്ട് KSIFT കൊടുക്കാൻ പാടുള്ളൂ. ഇത് ആദ്യം സർക്കാരിന്റെ ഒരു ക്രെഡിറ്റിന് വേണ്ടി ഉടനടി KSIFT കൊടുക്കുന്നു. KSIFT കൊടുത്ത് നമ്മൾ പരിപാടികൾ തുടങ്ങുമ്പോഴാണ് KSIFT പോരാ പൊല്യൂഷൻ വേണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൊല്യൂഷൻ ആദ്യം കൊടുത്തിട്ട് വേണ്ടേ KSIFT കൊടുക്കാൻ. KSIFT ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോ തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഓരോ പദ്ധതികളൊന്നും പല ആളുകൾ അറിയില്ല. ആനുകൂല്യങ്ങൾ പല ആളുകൾ എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാരണം നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നം ഇനിയുള്ള ആളുകൾ ഫേസ് ചെയ്യരുത്. അവർക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് പോലും ഈ പദ്ധതി എന്താണെന്ന് അറിയില്ല. KSIFT എന്താണെന്ന് എന്റെ പൂട്ടിക്കാൻ വന്ന ആളുകൾക്ക് അറിയില്ല എന്താ KSIFT. അവർ കേട്ടിട്ട് പോയില്ല.